Hi dear students, welcome back to our next class. In the previous class, we have discussed about reproduction from seeds and also the structure of a seed, then dispersal by different modes. We have discussed dispersal by wind, water, animals and explosion. Okay. Then now today in this topic we are going to talk about reproduction from plant parts. We have learned the reproduction from seed. Now we are going to see what is the reproduction from plant parts, other plant parts. First one is root. So, such plants can reproduce without seeds. So, without producing seeds. Such type of plants are reproduce through root. അതായത് റൂട്ടിൽ നിന്ന് റീപ്രൊഡക്ഷൻ നടത്താൻ ചില പ്ലാന്റ്സിന് കഴിയും. ഫോർ എക്സാമ്പിൾ സ്വീറ്റ് പൊട്ടാറ്റോ ആക്ച്വലി റൂട്ട്സ് ഓഫ് ദ പ്ലാന്റ്. സ്വീറ്റ് പൊട്ടാറ്റോ മധുരക്കിഴങ്ങ് അതെന്ന് പറയുന്നത് ഒരു പ്ലാന്റിൻ്റെ റൂട്ടാണ് മധുരക്കിഴങ്ങ്. അപ്പോൾ ഈ മധുരക്കിഴങ്ങിൽ നിന്നാണ് പുതിയ ചെടി പുതിയ തൈ മുളക്കുന്നത് കണ്ടിട്ടില്ലേ? മധുരക്കിഴങ്ങ് കുറേ ദിവസം വെച്ചാൽ മുളക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ ഈ മധുരക്കിഴങ്ങിൽ നിന്ന് പുതിയ ചെടി ഫോം ചെയ്യും. ബട്ട് ദിസ് sweet potato is a root. So we can say that plants can reproduce through roots. Okay, വേരിൽ നിന്നും പ്ലാന്റ്സിന് റീപ്രൊഡക്ഷൻ നടത്താൻ സാധിക്കും. ഇനി നെക്സ്റ്റ് സ്റ്റെം. നമ്മൾ വിത്ത് നടും ചെടി നടാൻ, അതുപോലെ തൈ വെക്കാറുണ്ട്, കൊമ്പ് കുഴിച്ചിടും. എന്തിന്? പ്ലാന്റ്സിന് പുതിയ പ്ലാന്റ് ഉണ്ടാവാൻ ഇല്ലേ? ചിലതിന് മാത്രമേ അങ്ങനെ സാധിക്കുള്ളൂ. സോ സം പ്ലാന്റ്സ് വിൽ റീപ്രൊഡ്യൂസ് ത്രൂ സ്റ്റെം കട്ടിങ്സ്. വെൻ വി പ്ലാന്റ് ദിസ് സ്റ്റെം കട്ടിങ് ഓൺ സോയിൽ, ഫ്രം ദി ബഡ് സ്മോൾ പ്ലാന്റ്സ് വിൽ കം ഔട്ട് ത്രൂ. സോ buds present on the cuttings and these cuttings are planted in the soil. New shoots grow from the buds. നമ്മൾ ഈ കൊമ്പ് മണ്ണിൽ നട്ടാൽ പുതിയ എന്ത് വരും? ഷൂട്ട് ഔട്ട്സ് വരും, ചെറിയ തൈ മുളച്ചു വരും. സോ ഫോർ എക്സാമ്പിൾ ജിഞ്ചർ, പൊട്ടാറ്റോ ആർ അണ്ടർഗ്രൗണ്ട് സ്റ്റെം. ഇഞ്ചിയും ഉരുളക്കിഴങ്ങും ഒക്കെ നമ്മൾ വിചാരിക്കും മണ്ണിൻ്റെ അടിയിലാവുമ്പോൾ അത് റൂട്ടാണ്. എന്നാൽ അത് റൂട്ടല്ല, അത് ഒരു പ്ലാന്റിൻ്റെ അടിയിലോട്ടുള്ള സ്റ്റെമ്മാണ്. അതിൻ്റെ സ്റ്റെമ്മ് മുകളിൽ മാത്രമല്ല, തണ്ട് മുകളിൽ മാത്രമല്ല അടിയിലോട്ടും ഉണ്ട്. അടിയിലുള്ള തണ്ടാണ് ഈ ഇഞ്ചി, പൊട്ടാറ്റോ, ജിഞ്ചർ, പൊട്ടാറ്റോ എന്ന് പറയുന്നത്. സോ ജിഞ്ചർ ആൻഡ് പൊട്ടാറ്റോ ക്യാൻ പ്രൊഡ്യൂസ് ന്യൂ പ്ലാന്റ്സ്. പൊട്ടാറ്റോ കുറേ ദിവസം വെക്കുമ്പോൾ അതിന് മുളകൾ പൊന്തി വരുന്നത് കണ്ടിട്ടില്ലേ? സോ വി ക്യാൻ സേ ദാറ്റ് സം പ്ലാന്റ്സ് ക്യാൻ പ്രൊഡ്യൂസ് ന്യൂ പ്ലാന്റ്സ് ഫ്രം ഇറ്റ്സ് സ്റ്റെം ഓൾസോ. ഓക്കെ. ദെൻ ഒണിയൻ ഈസ് ഓൾസോ ആൻ അണ്ടർഗ്രൗണ്ട് സ്റ്റെം വിച്ച് ക്യാൻ ഗ്രോ ഇൻ ടു എ ന്യൂ പ്ലാന്റ്. ഒണിയനും ആ ഗണത്തിൽപ്പെട്ടതാണ്. ദെൻ നെക്സ്റ്റ് ലീവ്സ്. Leaves. There is a picture given in your textbook. Picture of bryophyllum leaves. In bryophyllum leaves, there are small buds are present on the leaves. These buds will detach after some time and grow to a new plants. അതായത് ഈ ബ്രയോഫൈലം എന്ന് പറയുന്ന ചെടിയുടെ ഇലയ്ക്ക് എന്തുണ്ട്? ഒരു ചെറിയ ബഡായിട്ട് അതിൻ്റെ അറ്റത്തുണ്ട്. ഇതെന്ത് ചെയ്യും? അതിന്ന് സെപ്പറേറ്റ് ആവും. എന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് മണ്ണിൽ വീണിട്ട് അതിൻ്റെ പുതിയ ചെടികൾ ഉണ്ടാകും. സോ വി ക്യാൻ സേ ദാറ്റ് ലീവ്സ് ക്യാൻ ഓൾസോ റീപ്രൊഡ്യൂസ് ന്യൂ പ്ലാന്റ്. സോ റീപ്രൊഡക്ഷൻ ക്യാൻ ബി ടേക്ക് പ്ലേസ് ഇൻ റൂട്ട്സ്, സ്റ്റെം, ലീവ്സ്. വിത്തിൽ നിന്ന് മാത്രമല്ല പുതിയ ചെടി ഉണ്ടാകുന്നത്, റൂട്ടിൽ നിന്നും, സ്റ്റെമ്മിൽ നിന്നും, ലീവ്സിൽ നിന്നും എന്തുണ്ടാകുന്നു? പുതിയ ചെടികൾ ഉണ്ടാകുന്നു. അതിൻ്റെ എക്സാമ്പിൾസ് ആണ്, ഇൻ ദ കേസ് ഓഫ് റൂട്ട് ഇറ്റ് ഈസ് സ്വീറ്റ് പൊട്ടാറ്റോ. In the stem,
Stem cuttings are ginger, onion, potato. Then in the case of leaves, bryophyllum. Then we are moving to next topic, food from plants. Most of our food comes from plants. നമ്മുടെ മിക്ക ഫുഡും നമ്മൾ കഴിക്കുന്ന എന്തിൽ നിന്നാണ്? പ്ലാന്റ്സിൽ നിന്നാണ്. So plants that are grown in large quantities to provide food are called crops. What is a new term? Crops. ക്രോപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡിന് വേണ്ടി ഒരുപാട് ചെടികൾ ഒറ്റ ടൈമിൽ ഒരുപാട് ചെടികൾ നടുന്നതിനെ ആണ് പറയുന്നത് ക്രോപ്സ്. അതായത് പാഡി ഈസ് എ ക്രോപ്പ്. അതായത് ഒരുപാട് നെൽ തൈകൾ നട്ടിട്ടാണ് നമ്മൾ പാഡി ഉണ്ടാക്കുന്നത്. അതിന് പറയുന്ന പേരാണ് ക്രോപ്പ്. ഓക്കെ, the plants that are grown in large quantities to provide food are called crops. ഇനി പല പ്ലാന്റുകളും പല സീസണുകളിലാണ് എന്തുണ്ടാവുക. ചിലത് മഴക്കാലത്താവും ഉണ്ടാവുക, ചിലത് വേനൽക്കാലത്താവും ഉണ്ടാവുക. അങ്ങനെ ഓരോ ക്രോപ്പിനും ഓരോ സീസണിലെ അത് ഉണ്ടാവുകയുള്ളൂ. റീപ്രൊഡക്ഷൻ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുകയുള്ളൂ. സോ ഫോർ എക്സാമ്പിൾ വീറ്റ് ആൻഡ് ഗ്രാം ആർ ജനറലി ഗ്രോൺ ഇൻ വിൻ്റേഴ്സ്. വിൻ്ററിലാണ് എന്ത്? വീറ്റും ഗ്രാമും ഒക്കെ ഉണ്ടാകുന്നത് വിൻ്ററിലാണ്. ദെൻ റൈസ് ആൻഡ് മെയ്സ് ആർ ഗ്രോൺ ഇൻ സമ്മേഴ്സ്. വേനൽക്കാലത്താണ് അരിയും ചോളമൊക്കെ ഉണ്ടാവുന്നത്. സോ ഈച്ച് ക്രോപ്പ് ഹാസ് ഇറ്റ്സ് ഓൺ സീസൺ ടു ഗ്രോ. ദെൻ ഓരോ ക്രോപ്പിനും ഓരോ വിധത്തിലുള്ള മണ്ണ് ആവശ്യമാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ റൈസ് എവിടെ ഉണ്ടാവുക? പാഡി എവിടെ ഉണ്ടാവുക? പാടത്ത്. അവിടെ എന്ത് സോയിലാണ്? ക്ലേയി സോയിൽ, കളിമണ്ണ് പോലത്തെ ക്ലേയി സോയിൽ. സോ ദ പാഡി grows only in that soil, not grows in the soil in our courtyard. നമ്മുടെ മുറ്റത്തുള്ള മണ്ണിൽ നെല്ല് നട്ടാൽ വളരുമോ? ഇല്ല. സോ ഇറ്റ്സ് റിക്വയർ ഇറ്റ്സ് ഓൺ സോയിൽ ടു ഗ്രോ. സോ rice needs plenty of water to grow. It grows well in clayey soil. Jowar and bajra needs sandy soil. Another example is jowar and bajra needs sandy soil to grow. Sandy soil-ലാണ് മണലിലാണ് എന്ത് ബജ്രയും ജോവാറും ഒക്കെ ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ there is a picture given in your textbook, that is paddy field, picture of a paddy field. There is lot of water. റൈസ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ പാഡി ഫീൽഡിൽ ഒരുപാട് വെള്ളം വേണം. റൈസിന് ഒരുപാട് വെള്ളം വേണം. അതുകൊണ്ടാണ് നല്ല വെള്ളമുള്ള സ്ഥലത്ത് റൈസ് നടുന്നത്. സോ ദെൻ നെക്സ്റ്റ് ഹെൽത്തി ക്രോപ്സ്. നമ്മൾ ക്രോപ്സ് ഉണ്ടാക്കിയത് എന്താവണം? ഹെൽത്തി ആയിരിക്കണം. നല്ല രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡായിരിക്കണം നമുക്ക് ലഭിക്കേണ്ടത്. അതിനു വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം? ദ ഫാമേഴ്സ് ഹാസ് ടു ടേക്ക് സർട്ടൻ. ആരാണ് ക്രോപ്സ് നടുക? ആരാണ് നമുക്ക് ഫുഡ് തരുന്നത്? പ്ലാന്റ്സ്. ഈ പ്ലാന്റ്സ് ആരാണ് നടുന്നത്? ഫാർമേഴ്സ്. അപ്പോൾ ഫാമേഴ്സിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ്? ടൈപ്പ് ഓഫ് സോയിൽ, ക്ലൈമറ്റ്, സീസൺ മസ്റ്റ് ബി കൺസിഡേർഡ് വൈൽ സെലക്ടിങ് ദ ക്രോപ്പ് ടു ബി ഗ്രോൺ. നമ്മൾ ഏത് കൃഷിയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് എന്ത് തരം സീസണാണ്, എന്ത് തരം കാലാവസ്ഥയാണ്, എന്ത് തരം മണ്ണാണ് വേണ്ടതെന്നൊക്കെ നമ്മൾ അറിഞ്ഞു വെക്കുക. ദെൻ വി ഹാവ് ടു കൾട്ടിവേറ്റ് ദാറ്റ് ക്രോപ്പ്. Then the next thing that to be considered is healthy and good quality seeds must be selected. When we are selecting the seeds, we should select the seeds which are healthy and good quality. കുറേ വിത്തുകൾ വെറുതെ വിതറിയിട്ട് കാര്യമില്ല. നല്ല വിത്തുകൾ നോക്കി തിരഞ്ഞെടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? കൃഷി ചെയ്യാൻ. Then quick check. There is a box given, quick check. Name 2 plants that disperse seed by explosion. There is a question, you have to answer that. Write it in your science notebook. Then the next point is that soil must be ploughed properly. Unwanted plants must be removed. കൃഷി നടുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? മണ്ണ് നന്നായിട്ട് കിളക്കണം. പിന്നെയോ അതിൽ ആവശ്യമില്ലാത്ത പുല്ലും തൈകളൊക്കെ എടുത്ത് മാറ്റണം. Then next, manure and fertilizers should be added from time to time. മാനുവർ എന്ന് പറഞ്ഞാൽ എന്താ? മാനുവർ ആൻഡ് ഫെർട്ടിലൈസേഴ്സ്, വളം എന്ത് ചെയ്യണം? വളം ഇടയ്ക്കിടെ വെറുതെ
കൃഷി നട്ടിട്ട് പോന്നാൽ പോരാ, ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? വളം ഇട്ട് കൊടുക്കണം. അതിന് ആവശ്യമായ ന്യൂട്രിയൻസ് ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഫെർട്ടിലൈസേഴ്സും മാനുവേഴ്സും ഇട്ട് കൊടുക്കണം. ദെൻ ക്രോപ്പ് ഷുഡ് ബി ഇറിഗേറ്റഡ് റെഗുലർലി. എന്താ ഇറിഗേറ്റഡ് എന്ന് പറഞ്ഞാൽ? ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ നനച്ചു കൊടുക്കുക, വെള്ളം നനയ്ക്കുക. നമ്മൾ വെറുതെ നട്ടിട്ട് ചെടി കൃഷി നട്ടിട്ട് പോന്ന കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ എന്തും കൂടി ചെയ്യണം, വളം ഇട്ട് കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്. പിന്നെ എന്ത് ചെയ്യണം? കൃത്യസമയത്ത് അതിന് വെള്ളം നനച്ച് കൊടുക്കണം. എന്നാലേ കൃഷി നന്നായിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ക്രോപ്സ് ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ക്രോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഈ ക്രോപ്പ് ഉണ്ടായ ക്രോപ്പിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. നമ്മൾ വളവും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ക്രോപ്പ് ഉണ്ടാക്കി. ദെൻ വി ഹാവ് ടു പ്രൊട്ടക്റ്റ് ദ ക്രോപ്പ്. നമ്മൾക്ക് ഈ ഉണ്ടായ ക്രോപ്പിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത്, ഇല്ലെങ്കിൽ അത് എങ്ങനെയെങ്കിലുമൊക്കെ നശിച്ചു പോകില്ലേ? ഉണ്ടായതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കണം. വാട്ട് ആർ ദ മെഷേഴ്സ് ടു പ്രൊട്ടക്റ്റ് ദ ക്രോപ്സ്? There are some measures to given in your textbook to protect the crops. That is, insects can be killed by spraying chemicals over the crops. നമ്മൾ ചെടി നട്ടാൽ, കൃഷി നട്ടാൽ സ്വാഭാവികമായിട്ട് അവിടെ ആര് വരും? ഇൻസെക്ട്സ് വരും. ഈ ഇൻസെക്ട്സിനെ എന്ത് ചെയ്യണം? ഇൻസെക്ട്സിനെ കൊല്ലണം. അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇൻസെക്ട്സിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും നമ്മൾ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. യു മസ്റ്റ് ഹാവ് സീൻ ദാറ്റ് ദ സ്പ്രേയിങ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഓർ spraying chemicals in the spraying chemicals. There is a picture given in your textbook that one man is spraying chemical in his field to protect the crop. ഒരാൾ കൃഷിയെ ഇൻസെക്ട്സിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കെമിക്കൽസ് സ്പ്രേ ചെയ്യുന്ന പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ്, ബേർഡ് ഷുഡ് ബി കെപ്റ്റ് അവേ ഫ്രം ദി ഫീൽഡ്. ഇൻസെക്ട്സിനെ മാത്രം ഒഴിവാക്കിയാൽ മതിയോ? ബേർഡ്സിനെയും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണം. നെക്സ്റ്റ്, ഗ്രാസ് ഈറ്റിംഗ് ആനിമൽസ് സച്ച് ആസ് കൗ, ഗോഡ്സ്, ബഫലോസ് ക്യാൻ ബി പ്രിവെൻറ്റഡ് ഫ്രം എൻറ്ററിങ് ദ ഫീൽഡ്സ് ബൈ മേക്കിംഗ് പ്രോപ്പർ ഫെൻസസ് ഓഫ് ബാർബ്ഡ് വയർ. ഇടയ്ക്കിടയ്ക്ക് ആര് വരും സന്ദർശിക്കാൻ? പശുവും ആടൊക്കെ എന്തിനു വരും? ബഫല്ലോ എന്തിനു വരും? പുല്ല് തിന്നാൻ വരും. അപ്പോൾ പുല്ല് തിന്നുന്നതിനോട് കൂടെ നമ്മളെ കൃഷിയിലുള്ള ചെടികളും അത് കഴിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? അവർ എൻ്റർ ചെയ്യുക, അവർ വരാതിരിക്കാൻ നോക്കണം. അവർ വരാതിരിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ വേലി കെട്ടണം. സോ ദർ ഇസ് എ പിക്ചർ ഗിവൺ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ദ ഫെൻസസ് മീൻസ് വേലി കെട്ടിയ ഒരു പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് വി ഹാവ് ടു ഡു ഈസ് a lot of damage is done if the grains are not properly stored after harvesting the crops. കൃഷി ചെയ്തിട്ട് എന്ത് ചെയ്യും? വിളവെടുക്കും. ഹാർവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ന്യൂ വേർഡ് ഹാർവെസ്റ്റിംഗ്, വിച്ച് മീൻസ് വിളവെടുപ്പ്. ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഹാർവെസ്റ്റ് ചെയ്തെടുത്ത വിളവെടുത്ത് വെച്ച ധാന്യങ്ങളും ഒക്കെ പഴങ്ങളും പച്ചക്കറികളൊക്കെ എന്ത് ചെയ്യണം? പ്രൊട്ടക്റ്റ് ചെയ്യണം. നല്ല രീതിയിൽ സൂക്ഷിച്ചു വെക്കണം. എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്? എങ്ങനെയാണ് സൂക്ഷിച്ചു വെക്കേണ്ടത്? ഇൻ ആൻ എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സ്. എയർ ഒന്നും കിടക്കാത്ത കണ്ടെയ്നറിൽ വേണം നമ്മൾ സൂക്ഷിച്ചു വെക്കാൻ. വെയർ വാട്ടർ, ഇൻസെക്ട്സ് ആൻഡ് അതർ ആനിമൽസ് കനോട്ട് റീച്ച് ആൻഡ് സ്പോയിൽ ദം. വെള്ളം കയറാതെയും ഇൻസെക്ട്സും വേറെ ആനിമൽസ് ഒന്നും കയറാത്ത രീതിയിൽ ടൈറ്റായിട്ട് നമ്മളതിനെ സ്റ്റോർ ചെയ്യണം. പിന്നെന്താ? ദേ ക്യാൻ ഓൾസോ ബി കെപ്റ്റ് ഇൻ ഗോഡൗൺസ് ദാറ്റ് ആർ ഫ്രീ ഫ്രം മൈസ് ആൻഡ് സ്ക്യൂറൽസ്. നമുക്കതിനെ ഗോഡൗൺസിൽ വെക്കാൻ വേണമെങ്കിൽ, പക്ഷേ എന്ത് വരരുത് അവിടെ? മൈസ് ആൻഡ് സ്ക്യൂറൽസ്, എലിയും അണ്ണാനൊന്നും വരാത്ത രീതിയിൽ നമ്മളതിനെ സ്റ്റോർ ചെയ്ത് വെക്കണം. So these are the things to be considered while protecting crops. And also we have discussed about things to be considered to make healthy crops. So this is all about today's topic. What we have discussed today? പ്ലാന്റ്സ് നമുക്ക് ഇതിൽ നിന്നൊക്കെ ഉണ്ടാക്കാം. റൂട്ട്, സ്റ്റെമ്മ്, ലീവ്സ്, ഇതിൽ നിന്നൊക്കെ നമുക്ക് പ്ലാന്റ്സ് ഉണ്ടാക്കാം. പിന്നെ നമ്മൾ ഹെൽത്തി ക്രോപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു തന്നു. ദെൻ പ്രൊട്ടക്റ്റിംഗ് ക്രോപ്സ്, വാട്ട് വി ഹാവ് ടു ഡു ടു പ്രൊട്ടക്ട് ക്രോപ്സ്. സോ ഇനി നിങ്ങൾ ചെയ്യേണ്ടത്
you have to do the exercise. There are 3 exercises given in your textbook. You have to do it in your notebook and you should submit it. Okay. So also there is, let us recall, just go through it, you can understand everything. Okay. So let's wind up today's class. Let us meet in another class. Okay. Thank you.